നമസ്കാരം സുഹൃത്തുക്കളെ. ലണ്ടനിലെങ്ങും ചേരികൾ ഉയരുന്നു. പറഞ്ഞിരിക്കുന്നത് ടോറി പാർട്ടി ലണ്ടനിലെ പ്രമുഖമായിട്ടുള്ള പ്രസ്ഥാനത്തിന്റെ MP ആയിട്ടുള്ള റോബർട്ട് കെൻഡ്രിക്ക് അദ്ദേഹം പറയുകയാണ്, ബർമിംഗ്ഹാം സിറ്റി കൗൺസിൽ അണ്ടറുള്ള ഹാൻസ്വർത്ത് എന്നുള്ള ഏരിയയിൽ അദ്ദേഹം സന്ദർശിക്കാൻ പോയി. അദ്ദേഹം തോന്നിയിരിക്കുന്നത് ഇതൊരു ചേരിയായി മാറിയിരിക്കുന്നു. ഇവിടെ താമസിക്കുന്ന ഏകദേശം അദ്ദേഹം 23% ഇന്ത്യൻ മുസ്ലിംസും 23% ബ്രിട്ടീഷ് മുസ്ലിംസും പിന്നെ 16% ബംഗ്ലാദേശും പിന്നെ 8% ശ്രീലങ്കൻസ്, നേപ്പാള്, 9% വെള്ളക്കാരനും. ആ 9% വെള്ളക്കാരെന്ന് പറയുന്നത് ഒരുപക്ഷെ ഹോംലെസ് ആയിരിക്കാം, ഭവനമില്ലാത്തവനായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും അധോഗതി അല്ലെങ്കിൽ പരഗതിക്ക് തുല്യമായിട്ടുള്ള ഏതെങ്കിലും വെള്ളക്കാരനായിരിക്കാം. കാരണം ഈ ഒരു ഏരിയയിൽ വെള്ളക്കാർക്ക് ജീവിക്കാൻ സാധിക്കില്ല. കാരണം ഞാൻ വീഡിയോസ് കണ്ടു. അദ്ദേഹം പറഞ്ഞ കാര്യം നമുക്ക് ഒന്ന് വിശകലനം ചെയ്തേ പറ്റൂ. ശരിയാണ്, വംശീയപരമായിട്ട് അദ്ദേഹം അധിക്ഷേപിച്ചാൽ പോലും സത്യാവസ്ഥ ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കണം. കാരണം ഈ പറയുന്ന സന്ദർഭം നമുക്ക് ഒന്ന് പരിശോധിക്കണം. ഇത് പറയേണ്ട സാഹചര്യം എന്ന് പറയുന്നത് നാളെ മറ്റന്നാളാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്റ്റാമർ ഇന്ത്യയിൽ വരാൻ പോവുകയാണ്. അപ്പൊ അദ്ദേഹം ഒരു മെസ്സേജ് കൊടുക്കുകയാണ്, ഈ MP റോബർട്ട് ലേബർ പാർട്ടിക്ക്. നിങ്ങളുടെ ഈ ഉദാരവൽക്കരണം അല്ലെങ്കിൽ നിങ്ങളുടെ ഈ വിശാല മനസ്കത, എല്ലാവരും വന്നോട്ടെ, കൈനീട്ടി സ്വീകരിക്കുന്ന ഈ ഒരു കൾച്ചർ ക്രിയേറ്റിംഗ് എ പ്രോബ്ലം ഇൻ ലണ്ടനിലെങ്കും ചേരികൾ മൂന്നാം ലോക രാജ്യമായി മാറുന്നു. അദ്ദേഹം ഒരു മെസ്സേജ് കൊടുക്കുന്നത്, നിങ്ങൾക്ക് ഇന്ത്യയിൽ പോകാം, പാകിസ്ഥാനിൽ പോകാം, ഇനിയും പല രാജ്യങ്ങളിലും ആളുകളെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതാണ് ലണ്ടന്റെ അവസ്ഥ. അദ്ദേഹം ഒരു മെസ്സേജാണ് ഇതൊരു സമയത്ത്. പക്ഷേ അതിലുപരി നമുക്കിത് വിശകലനം ചെയ്തേ പറ്റൂ. അദ്ദേഹം പറയുന്ന കാര്യത്തിൽ സത്യമുണ്ടോ എന്ന് നമുക്കറിയാം. സത്യം എത്ര മറച്ചു വെച്ചാലും പുറത്തു വന്നേ പറ്റൂ. ശരിയാണ്, ബർമിംഗ്ഹാം ഏരിയ എന്നുള്ളത് ഒരു മിനി കറാച്ചി തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഓക്കെ, അവിടെയും നമുക്ക് കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് ഇന്ത്യൻ പാകിസ്ഥാൻ മുസ്ലിംസിന്റെ മുഗൾ പല കടകളും മാത്രമാണ്, കബാബുകളും ഇറച്ചി കടകൾ മാത്രമാണ് അവിടെ. ഓക്കെ, വേറെ അവിടെ വെള്ളക്കാരനൊക്കെ ഏരിയ ഉപേക്ഷിച്ചേ പോയി. കാരണം അവരൊരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇതൊക്കെ അവരുടെ കയ്യിൽ നിന്ന് വിട്ടു പോവുകയെന്ന് മനസ്സിലായപ്പോൾ വെള്ളക്കാര് കിട്ടാവുന്ന വിലയ്ക്ക് ഇട്ടുകൊടുത്ത് അവരുടെ ആൾക്കാർ എവിടെയുണ്ടോ അവിടേക്ക് പോയിരിക്കുകയാണ്. കാരണം അവർ ഈ ഒരു അവസ്ഥയിൽ ജീവിച്ചിട്ടില്ല. ചപ്പു ചവറുകൾ കുന്നുകൂടി കിടക്കുന്നു. ഒരുത്തിന്റെ അടിവസ്ത്രം വരെ കിടപ്പുണ്ട്. ആ ഒരു വീഡിയോ പറ്റുമെങ്കിൽ വീഡിയോ കാണുക. ഒരുത്തിന്റെ അടിവസ്ത്രം വരെ റോട്ടിൽ കിടക്കുന്നു. പല വീടുകളിലും കട്ടിലും കിടക്കയും ഒക്കെ വലിച്ചു താഴേക്ക് ഇട്ടിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ പോലും മുന്നോട്ട് വരികയാണ്. ശ്രീമാൻ മോഡിയുടെ അണ്ടറിൽ ഇന്ത്യ പോലും കുതിക്കുമ്പോഴാണ് ബ്രിട്ടൻ പോലുള്ള ലോക രാജ്യങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഈ ഏരിയയിൽ താമസിക്കുന്ന തീർച്ചയായിട്ടും ഇൻഡോ പാകിസ്ഥാൻ ഏഷ്യൻ മുസ്ലിം സുഹൃത്തുക്കളാണ്. ഇന്ത്യൻ മുസ്ലിംസ് അവിടെ താമസിക്കുന്നവര് അല്പം പാകിസ്ഥാൻ ചായ്വ് കൂടുതലാണ്. ഇന്ത്യൻ മുസ്ലിംസ് എന്ന് പറയുന്ന എല്ലാവരും പറയുന്ന 1% അവിടെ പോയവര് ഇവരെ കൂടെ കൂടി ടാർഗറ്റിങ്, അവരുടെ ഒരു സ്വഭാവം ഏകദേശം അവരുടെ പോലെയായി മാറിക്കഴിഞ്ഞു. പാകിസ്ഥാൻ മുസ്ലിംസ് പറയൊക്കെ എല്ലാം നശിപ്പിക്കുക, നോട്ട് ഇന്റഗ്രേറ്റിംഗ് വിത്ത് കൾച്ചർ. നമ്മൾ സംസാരിക്കാമെന്ന് പറയുന്നത് വിഷയം സീരിയസ് ആണ് തീർച്ചയായിട്ടും. ഒക്കെ നമുക്കിത് വിശകലനം ചെയ്തേ പറ്റൂ. ഇപ്പൊ നമ്മൾ ഈ അക്സെപ്റ്റൻസ്, നമ്മളൊരു പുതിയൊരു കൾച്ചറിലേക്ക് പോകുമ്പോൾ അവിടെ നല്ല കാര്യങ്ങളല്ല, ഡെക്കറം, ക്ലെൻനെസ്, സിവിക് സെൻസ്, മര്യാദ, ഇതൊന്നും പഠിക്കാതെ നമ്മൾ എന്താണോ പഠിച്ചു വന്നിരിക്കുന്നത്, നമ്മുടെ കൾച്ചർ എന്താണോ അതാണ് നമ്മൾ അവിടെ കാണിക്കാൻ ശ്രമിക്കുകയാണ്. ഇന്ത്യനിസം, ഏഷ്യനിസം. ആ ഏരിയയിൽ ഒരു പക്ഷെ നമ്മൾ കൂട്ടം കൂടി വീട് വാങ്ങിച്ച് ആ ഏരിയ മുഴുവൻ കോളനി വൽക്കരിക്കുക, നമ്മുടേതാക്കി മാത്രം മാറ്റുക. നല്ല കാര്യമല്ല കൊടുക്കുന്ന അവിടേക്ക്, നോട്ട് സപ്പോർട്ടിങ്. ആ ഒരു സമൂഹത്തിന് ഒന്നും കൊടുക്കുന്നില്ല, സീറോ കോൺട്രിബ്യൂഷൻ കൊടുക്കുകയാണ്. ആ പ്രദേശം മുഴുവൻ സ്വന്തമാക്കി മാറ്റുകയാണ്. ഇത് നടക്കുന്നത് ലണ്ടനിൽ മാത്രമല്ല, നമ്മൾ മറ്റുള്ള ലോകരാജ്യങ്ങൾ, യു കെ അല്ല, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, അമേരിക്ക എടുത്താൽ പോലും ഇറ്റ്സ് ഹാപ്പനിങ്. ഇപ്പൊ പല അമേരിക്കയിൽ പോലെ IT എഞ്ചിനീയേഴ്സ് പഠിച്ചവരാണ്, എന്നിട്ട് പോലും തെലുങ്ക് സിനിമകളും തമിഴ് സിനിമകൾ വരുമ്പോഴും തിയേറ്ററിൽ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ നമ്മൾ കാണുന്നതാണ്. പല ഇന്ത്യക്കാരെയും അമേരിക്കയിൽ പല ഭാഗത്തും ഷോപ്പ് ലിഫ്റ്റിംഗ്, കടയിൽ കയറി കക്കുക, പിടിച്ചടക്കുന്നു. ലണ്ടനിലെ ഒരു പൊതു സ്വഭാവമാണ് തുപ്പി ആറ്റിക്കുക. ഈ പാൻ മസാല എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻസിനെ ഡൽഹിയിൽ നിന്ന് വെളിയിൽ കൊണ്ടുപോകാൻ സാധിക്കും, പക്ഷെ പാൻ മസാലയുടെ ഉപയോഗം അവർക്ക് മാറ്റാൻ പറ്റില്ല. മറ്റേ ഷാരൂഖ് ഖാനും ഒന്നും പറഞ്ഞില്ലേ, രജനീഗന്ധ എന്ന സംഭവമുണ്ട്. തുപ്പ, അത് ചവച്ച് തുപ്പുന്ന എവിടേക്കാന്നറിയോ? വേസ്റ്റ് ബിന്നിലേക്ക്. ലണ്ടൻ നഗരത്തിലെ വേസ്റ്റ് ബിന്നുകളുടെ മുകളിൽ മുഴുവൻ കറയാണ്. എന്ത് കറയാന്നറിയോ? ഈ ഒരു പാൻ മസാല കറിയാണ്. ലക്ഷക്കണക്കിന് രൂപയാണ് കൗൺസിൽ ചെലവാക്കുന്നത് അത് മായ്ച്ചു കളയാനായിട്ട്.
പഠിക്കില്ല. അബ്സല്യൂട്ട്ലി നത്തിങ്. നമ്മളൊരു കാര്യം പുതിയ സംസ്കാരത്തിലേക്ക് പോകുമ്പോൾ ആ സംസ്കാരത്തിൽ എങ്ങനെ ജീവിക്കണം എന്ന് പഠിക്കുന്നതിന് പകരം നമ്മൾ ജീവിച്ചു വളർന്നു പോകുന്ന സാഹചര്യം എന്താണോ അതൊരു പക്ഷെ അലമ്പായിരിക്കാം. നമുക്കിതൊക്കെ നോർമലാണ്. ഫോർ അസ് ഇറ്റ്സ് നത്തിങ്. നമുക്കിത് വലിയ കഥയുള്ള കേസൊന്നുമല്ല. നമ്മളിപ്പോൾ ചേരി എന്നൊക്കെ പറഞ്ഞ പോയി സംഭവമൊന്നുമല്ല. ആ ചേരി സംസ്കാരം വീണ്ടും ലണ്ടനിൽ ആവർത്തിക്കുകയാണ്. സോ ഇതെന്തുകൊണ്ട് വെള്ളക്കാരെ ഇളകുന്നു, അല്ലെങ്കിൽ ഇതൊരു ചോദ്യം, അല്ലെങ്കിൽ ഇതൊരു വിഷയമായി മാറുന്നു വെച്ചാൽ ദേ ട്രൈങ് ടു സേ, ആരോടാണ് അവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് ഇന്ത്യൻസിനോടല്ല, അവരോട് ഫോർഗെറ്റ് അബൌട്ട്, നമ്മളോടല്ല, നമ്മളൊക്കെ അവർ ഉപേക്ഷിച്ചു, ഫോർഗെറ്റ് അബൌട്ട്. ഈ മെസ്സേജ് അവർ കൊടുക്കാൻ ശ്രമിക്കുന്നത് ലിബറൽസ്, പരിസ്ഥിതിവാദികള്, അതായത് ഇവർ ലിബറൽസ്, സോഷ്യലിസ്റ്റുകൾ, എല്ലാവരെയും ഈ കൈനീട്ടി സ്വീകരിക്കുന്ന കൂട്ടരുണ്ട്. ഇവരാണ് ഏറ്റവും പ്രശ്നം. ഒരു സമൂഹത്തില് എല്ലാം വന്നോട്ടെ ഇവരോടാണ് പറയുന്നത്, കണ്ടില്ലേ ഇതാണ് പരിണത ഫലം. എല്ലാവരെയും കൊണ്ടുവന്നാൽ, അതായത് മൂന്നാം ലോക രാജ്യത്തും കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ രാജ്യവും മൂന്നാം ലോക രാജ്യമാകും എന്ന് പറഞ്ഞ അർത്ഥം എന്ന് പറയുന്നത് എല്ലാവരും അല്ല എന്നല്ല പറയുന്നത്. ഈ ഏരിയകൾ കാണുമ്പോൾ നമ്മൾ ചിന്തിച്ചേ പറ്റൂ. ഞാനും ഒരു ഭാരതീയനാണ്, ഇന്ത്യനാണ്, അഭിമാനം കൊള്ളുന്നു. എന്നാൽ പോലും നമ്മുടെ സംസ്കാരം പല സമയത്ത് നമ്മൾ കാണിച്ചു കൂട്ടുന്ന, വിദേശ രാജ്യങ്ങളിൽ പോയി കാണിച്ചു കൂട്ടുന്ന ഈ ഒരു സംസ്കാരം, കോളനി വൽക്കരിക്കുക, വെള്ളക്കാരെ അടിച്ചു കൊടുക്കുക, ആ പ്രദേശം കൂടി വൃത്തികേടാക്കുക, സ്വന്തം എന്താണോ പഠിച്ചു പോകുന്നത് അത് മാത്രം നമ്മൾ ചെയ്യുന്ന പരിപാടി അബ്സല്യൂട്ട്ലി നോ. പ്രതിവിധി ഉണ്ടോ? നമ്മൾ നമ്മുടെ ദേശത്ത് നിന്ന് പഠിച്ചു വന്ന ആ ഒരു മോശം സംസ്കാരം, ആ ഒരു പൊസിഫിക് സെൻസ് അവിടെ വെക്കുക. പുതിയ പ്രദേശത്ത് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഡെക്കറം, ക്ലെൻലിനെസ്, ഹൈജീനിക്, സിവിക് സെൻസ് ഇതിനെ പിന്തുടർന്നില്ലെങ്കിൽ വരും കാലങ്ങളിൽ വലിയ പ്രശ്നത്തിലേക്കായിരിക്കും പോകുന്നത്. കാരണം സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. അവിടുത്തെ നേതാക്കന്മാരെ അംഗീകരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ നമ്മൾ ഇനി രഥോത്സവവും പള്ളി പ്രദക്ഷിണവും മറ്റേ ഇത് പരിപാടിയിലേക്കായിട്ട് ഇറങ്ങാൻ പോയി കഴിഞ്ഞാൽ അടിയാരും കിട്ടാൻ പോകുന്നത്. കാരണം ഓൺലൈനിൽ ലണ്ടൻ എന്ന് പറഞ്ഞ കൈവിട്ടു പോയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് സംസ്കാരം അവനവന്റെ വീടിനപ്പുറം, 4 മതിലിനപ്പുറം സൂക്ഷിച്ചാൽ